ഉണ്ടാകും. ഈ വിധി കാണുമ്പോൾ ദഹനക്കേടുണ്ടാകും. ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ നാളെ ഈ ജാഥ അവസാനിപ്പിക്കുകയാണ്. ഇത് ഒടുക്കത്തെ ജാഥയാക്കും, ഞങ്ങൾ അവസാനത്തെ ജാഥയാക്കും. പിണറായി വിജയന്റെ നവകേരള സദസ്സിന് നാളെ ഞങ്ങൾ അന്ത്യകൂദാശ നൽകും. ഈ സദസ്സിന് ഇത് കോൺഗ്രസ് ആണ് പറയുന്നത്, UDF ആണ് പറയുന്നത്. UDFന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, KSUക്കാരെ, യൂത്ത് ലീഗുകാരെ, കേരള കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും തച്ചുടച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ്. ജയിലറയ്ക്കുള്ളിലാണ് അവരെല്ലാം. എന്നിട്ട് ഇവരെല്ലാം സന്തോഷത്തോടു കൂടി ഈ ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം തിന്ന് ദഹനക്കേട് പിടിച്ച് അർമാദിച്ച് ഈ എറണാകുളം ജില്ലയിലെത്തി ഇതുപോലെ തെമ്മാടിത്തരവുമായി പോയാൽ അതിനുള്ള മറുപടി എറണാകുളം ജില്ലയിലെ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ നാളെ നൽകും. ഇതിനുള്ള മറുപടി നമുക്ക് നാളെ എറണാകുളത്ത് കോലഞ്ചേരിയിലും തൃപ്പൂണിത്തുറയിലും നമുക്ക് ഇന്ന് തന്നെ അർദ്ധരാത്രി 1 മണി 2 മണിയാവുന്നു. ഇന്ന് തന്നെ നമ്മൾക്ക് കാണാം. ഒരു സംശയവും വേണ്ട. ഇത് കോൺഗ്രസ് ആണ് പറയുന്നത്, എറണാകുളത്തെ കോൺഗ്രസ് ആണ് പറയുന്നത്. ഇത് ഞങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തി, ഞങ്ങളെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ച് ഈ 100 കണക്കിന് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഇതുപോലെ ദുരിതത്തിലാക്കിയ ഈ പോലീസ് പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ പോലീസും ഞങ്ങൾ പറയാം, ജനങ്ങൾക്ക് നീതിയാണ് വേണ്ടത്. അന്യായത്തിനോടൊപ്പം ഒരു പോലീസുകാരൻ നിൽക്കരുത്. നീതിയാണ് ലഭിക്കേണ്ടത്. നാളെ ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ ഈ സ്റ്റേഷനിൽ വന്നാൽ ഇവിടെ ജനമൈത്രി ബോർഡ് ഉണ്ടെങ്കിൽ, ജനമൈത്രി ബോർഡില്ലെങ്കിലും ആളുകൾക്ക് നീതി പുലരണം, അവർക്ക് നീതി കിട്ടണം. ഇവിടെ വന്നാൽ അവസരവാദത്തിനൊത്ത് കളിക്കാനും നേതാക്കന്മാർ പറയുന്നത് പോലെ പ്രവർത്തിക്കാനും നിൽക്കുന്ന പോലീസാണെങ്കിൽ ആളുകൾക്ക് നീതി ഉണ്ടാകില്ല. ആ നീതി ലഭ്യമാകുന്നതുവരെ ഈ ജനങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. അത് പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അവരോടൊപ്പം ഞങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി 2 മണി കഴിഞ്ഞിട്ടും ഈ MLA മാർ ഉൾപ്പെടെ എല്ലാവരും വൈകുന്നേരം വന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ വന്നിരുന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവരോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഇവിടെ സമരം ചെയ്യുന്നവരോടൊപ്പം, ഇവിടെ ആക്രമിക്കുന്നവരോടൊപ്പം, അല്ലെങ്കിൽ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കെതിരായി ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള സമരമായിരുന്നു. ഈ സമരത്തിൽ ഇപ്പോൾ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഈ സമരം വിജയിച്ചിരിക്കുന്നു. ഇവിടെ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു, സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന ഓശാന പാടുന്ന ഈ നാണം കെട്ടവൻ, ആണും പെണ്ണും കെട്ടവന്മാർ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.